എന്റെ പടം ഞാൻ അഭിനയിച്ചു തുടങ്ങിയ ഒരു സമയത്ത് ഗോഡ് ഫാദറിന്റെ സിനിമ കഴിഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ ഹരിശ്രീയിലാണ്. അന്ന് ദിലീപ് ഉണ്ട് കൂടെ, കുറച്ച് ആർട്ടിസ്റ്റുകൾ വരെ, ജോർജ്, അങ്ങനെ കുറെ പേരുണ്ട്. കായംകുളത്ത് ഒരു പരിപാടി പള്ളിയിൽ ഞങ്ങൾ നേരത്തെ നിൽക്കണം. അവിടെയൊക്കെ ഒരു 8 മണിക്കാണുള്ള പരിപാടി കായംകുളത്ത് പള്ളിയിലൊക്കെ ആകുമ്പോൾ. ഞങ്ങളൊരു 5-5:30 മണിയെത്തപ്പോൾ ഒരു പയ്യൻ അവിടെ ചെന്നപ്പോൾ ഒരു പയ്യൻ, ചേട്ടാ ഗോഡ് ഫാദറിൽ അഭിനയിച്ച ചേട്ടനല്ലേ? അതെ. ആ മുതലാളിയുമായിട്ട് തുപ്പി എന്ന് പറഞ്ഞു. ആ ചേട്ടാ ഒന്ന് എന്റെ വീട് വരെ ഒന്ന് വരണേ. ഞാൻ എവിടെ? ഇവിടെ അതെ ആ കാണുന്നത്. അപ്പൊ ഞാൻ ഞാൻ ഇല്ല മോനെ, ഞാൻ അത്ര വലിയ ഇതൊന്നും ആയിട്ടില്ല, പടം കഴിഞ്ഞേക്കുന്നത്. ഞാൻ വരെ ചമ്മലാണ് ചേട്ടാ. എല്ലാവർക്കും ഭയങ്കര, വീട്ടിലെല്ലാവർക്കും, ചേച്ചിക്ക് അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആയിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദിലീപ് പാടാ ഇത്ര ചേട്ടൻ പോയിട്ട് വന്നു. അപ്പൊ കുറുമശ്ശേരിയിലുള്ള രമേശും ജോർജും തന്നെ എൻ്റെ ഫ്രണ്ടും, ഞങ്ങൾ 2-3 പേരും കൂടി പോയി. ഞങ്ങൾ ചെന്നു. ഇവിടുന്ന് കുറച്ചാണ്, എടാ മോനെ അടുത്താന്നൊരു കുറച്ച് ഇല്ലട്ടാ, അതേ ഈ തടിപ്പാലം, ചെറിയ തോട് തടിപ്പാലം കയറി അപ്പുറത്ത് നിന്ന് അവിടുന്ന് അങ്ങോട്ട് പോയി കുറച്ച് ഇങ്ങോട്ട് പോയി വേലിക്ക് ചെന്നപ്പോൾ ഈ ചക്കൻ വേലിയുടെ അകത്തേക്ക് ഓടി. അപ്പൊ വേലിയുടെ അകത്ത് കയറി സ്റ്റെപ്പ് കയറിയിട്ട് വീടിന്റെ വണ്ടിന്റെ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ ഓടി കയറി. അപ്പൊ അവിടെ ഒരാളത് ഇങ്ങനെ കാലക്കത്തിൽ മുണ്ടെടുത്ത ഒരാളിങ്ങനെ കൊച്ചാപ്പൻ എന്നാണ് വിളിച്ചത് പയ്യൻ. ഞങ്ങൾ ഈ വേലിയുടെ അകത്ത് നോക്കുമ്പോ എത്തി നോക്കി. ഉടനെ കൊച്ചാപ്പൻ, ആരാത്? അപ്പൊ നമ്മൾ കിടുങ്ങി. അപ്പൊ ചെക്കനകത്തുനിന്ന്, കൊച്ചാപ്പ അത് ഗോഡ് ഫാദർ. ഏത് ഗോഡ് ഫാദർ? ഗോഡ് ഫാദറിൽ അഭിനയിച്ചില്ലേ ഹരിശ്രീ അശോകൻ? ഏത് ഹരിശ്രീ അശോകൻ? ഇയാള് തിരുമ്പൊന്നും കാണൂല. മുതലാളി വയറ്റ് തുപ്പിയത് ആര് വയറ്റുപ്പിട? ആരുടെ വയറ്റുപ്പി? നോക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ അമ്മ ഒക്കെ കൂടി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി അവർ ചിരിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഓടി. കാരണം ഇയാൾക്ക് വെള്ളമാണ്. വലിയ ആളെ ഇറങ്ങി വന്നല്ല, അല്ലായിട്ടില്ല. ഓടി ഞങ്ങള് ഈ തടിപ്പാലൊക്കെ എങ്ങനെ തിരിച്ചു വന്നു എനിക്കറിയാൻ വെള്ളം. നേരെ സ്റ്റേജിൽ വന്നു. അന്ന് ഇത് ദിലീപ് ഞങ്ങൾക്ക് കൂട്ട ചിരിയായിരുന്നു. ആ ചിരി ഇങ്ങനെ കിടപ്പുണ്ട് മനസ്സിൽ. പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ ഒരു ഐറ്റം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ഈ ആള് കൊച്ചാപ്പൻ ഫ്രണ്ടിൽ, ഇവനല്ലേ മറ്റേ വായറ്റുപ്പി എന്ന് പറഞ്ഞു വന്നത്. അപ്പൊ ഞങ്ങളൊരു ചിരി തുടങ്ങി. ഐറ്റം കളിക്കാനും പറ്റില്ല. ഈ ചിരി ഞങ്ങൾക്കല്ലാതെ ഓഡിയൻസിന് മനസ്സിലായിട്ടില്ല ഇത് എന്തിനു ഇവർ ചിരിക്കില്ല എന്നുള്ളത്. ഐറ്റം കളിക്കുമ്പോ ഒക്കെ ചിരിയല്ലാവർക്കും. ഇയാളെ അടുത്ത് മാറ്റാൻ പറയാൻ പറ്റും. അങ്ങനെ പിന്നെ ആ വശത്തേക്ക് നോക്കാതെ അന്ന് പ്രോഗ്രാം കളിച്ചു.